പരിക്കും സസ്പെൻഷനും അങ്ങനെ വലിയ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിൻ്റെ കൊമ്പന്മാർ പ്ലേ ഓഫിന് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. പ്ലേ ഓഫിൽ ഒഡീഷ FC ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി എത്തുന്നത്, അതും എവേ മത്സരം. നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിനപ്പുറത്തേക്ക് കൊമ്പന്മാരുടെ മുന്നേറ്റത്തിന് ഒട്ടുമിക്ക ആരാധകരും വലിയ തരത്തിലുള്ള സാധ്യത കൽപ്പിക്കുന്നില്ല. അതിനും ഒരു കാരണമുണ്ട്. ലൂണയുൾപ്പെടെയുള്ള സുപ്രധാന താരങ്ങളുടെ പരിക്ക് തന്നെ. സീസണിൻ്റെ തുടക്കത്തിൽ പരിക്കേറ്റ് പുറത്തായ ലൂണയുടെ അഭാവം വലിയ തരത്തിൽ തന്നെ ടീമിനെ ബാധിച്ചു. പിന്നീട് പെപ്രയും ദിമിയും പരിക്കേറ്റ് പുറത്തേക്ക്. പിന്നീട് സംഭവിച്ചത് ലീഗിൻ്റെ തുടക്കത്തിൽ പോയിന്റുകൾ വാരിക്കൂട്ടിയ ബ്ലാസ്റ്റേഴ്സിന് ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം നേരിടേണ്ടി വന്നത് പരാജയത്തിൻ്റെ ഘോഷയാത്രയെ തന്നെ. ലീഗിലെ ദുർബലർക്കെതിരെ പോലും കനത്ത പരാജയം. ഇനി ലൂണ പ്ലേ ഓഫിൽ കളത്തിലിറങ്ങിയാൽ തന്നെ അദ്ദേഹത്തിന് പഴയ പ്രകടനം കാഴ്ചവെക്കാനാകുമോ എന്നത് ആരാധകർക്കിടയിൽ നിന്ന് ഉയരുന്ന പ്രധാന ചോദ്യമാണ്. എന്നാൽ പെപ്രയും സച്ചിനും ഒഴിച്ച് മറ്റെല്ലാ താരങ്ങളും കളത്തിലിറങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്ക് മാറി തിരികെ എത്തുന്ന ലൂണയും ദിമിയും പഴയ ഒത്തിണക്കം കളത്തിൽ പ്രകടമാക്കിയാൽ കരുത്തരായ എതിരാളികളെ പോലും നിഷ്പ്രഭമാക്കാനാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കളത്തിൽ ലൂണയുടെ പ്രസൻസ് പോലും ടീമിന് വലിയ തരത്തിലുള്ള ഊർജം സമ്മാനിക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി മുന്നേറ്റ താരമായ പെപ്രയുടെയും ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിൻ്റെയും അസാന്നിധ്യം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി തന്നെയാണ് ഉരുത്തിരിഞ്ഞെത്തിയിരിക്കുന്നത്. പരിക്കേറ്റ താരങ്ങളെല്ലാം തിരികെ എത്തി സീസണിൻ്റെ തുടക്കത്തിലെ ഫോം പ്രകടിപ്പിക്കാനായാൽ കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകും. അതുകൊണ്ട് തന്നെ ഇവാൻ വൂക്കമനോവിച്ചിനും സംഘത്തിനും കിരീടം നേടാൻ സുവർണ അവസരമായി ഈ സീസണിന് വിലയിരുത്തപ്പെടാം.